സർ, നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതിന് എത്ര രൂപ ചിലവാകും? അപ്പോൾ അതിൻ്റെ തലേന്നത്തെ റിസപ്ഷൻ കാണും, പിന്നെ ഈ മെഹന്തി ചടങ്ങ് കാണും. അപ്പോൾ മൊത്തത്തിലൊരു വീഡിയോ കവറേജ് ഒരു ഇതായിട്ടായിരിക്കും, കൊട്ടേഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. എത്ര, ഒരു 2 ലക്ഷം 3 ലക്ഷത്തിനകത്തല്ലേ ആവത്തുള്ളൂ? അത് തന്നെ ധാരാളം. അത് തന്നെ ധാരാളമാണ്. കാരണം 3 ലക്ഷമൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഹൈ ആണ്. ഒരു 2 ലക്ഷം 1.5 ലക്ഷത്തിനകത്ത് ഒക്കെ പിടിക്കാമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കൊക്കെ ഒരു നല്ലൊരു സ്ഥലത്ത് പോയി, അല്ലെ ഈ ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ട്, ഒരു സ്ഥലത്ത് പോയി കുറച്ച് വീഡിയോ എടുക്കുന്നതിന്, ഒരു 15 മിനിറ്റുള്ള വീഡിയോ എടുക്കുന്നതിന് ഒരു 25,000 രൂപ തന്നെ വലിയ ആർഭാടമാണ്. ഈ ഡ്രോണുകളും അതും ഇതും 2-3 ക്യാമൊക്കെ വെച്ച് ഹയർ ചെയ്താൽ പോലും നമുക്കത് വലിയ ഒരു 25,000 രൂപയ്ക്കകത്തൊക്കെ നമുക്ക് ചെലവ് നിയന്ത്രിക്കാൻ പറ്റും. ഇനി ഞാനൊരു കണക്ക് പറയാം. ഒരു 2 മിനിറ്റുള്ള 4 വീഡിയോ എടുക്കാൻ 39.5 ലക്ഷം രൂപയാണ് ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മാത്രമല്ല ഇതിൽ 4 ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 13.4 ലക്ഷം. വിചിത്രമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ 39.5 ലക്ഷം രൂപ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതായത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ആരാണെന്ന് അറിയില്ല, മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ ഫെസ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ്, മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു തുക സർക്കാർ നൽകിയിരിക്കുന്നത്. അത് കേരളത്തിലെ 2 പേരേ ഉള്ളൂ ഭരണത്തിലിരിക്കുന്നത്. ഒന്ന് മുഖ്യമന്ത്രിയും മറ്റൊന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസും. അതായത് അമ്മായിയപ്പനും മരുമകനും മാത്രമേ ഉള്ളൂ. അപ്പം കേരളത്തിൻ്റെ ഖജനാവിൽ പണമില്ലെന്നുണ്ടെങ്കിലും ഉള്ളത് ഇവർ 2 പേരും കൂടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുക. മറ്റു മന്ത്രിമാരെയൊന്നും നമ്മൾ കേൾക്കാറില്ലല്ലോ. റിയാസിൻ്റെ മണ്ഡലമാണ് ബേപ്പൂര്. ബേപ്പൂരിൽ നിന്ന് ഇനിയിപ്പോൾ 2026 മത്സരിച്ച് വിജയിക്കണം, മന്ത്രിയല്ല മുഖ്യമന്ത്രിയാകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ 39.5 ലക്ഷമല്ല, അതിനും മേലെ പോകും പല കാര്യങ്ങൾക്ക്. ഇനിയും ബേപ്പൂരിൽ ഇപ്പോൾ ഫെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓരോ MLA-മാരുടെ മണ്ഡലങ്ങളിൽ ഇപ്പം ഫെസ്റ്റ് ആയിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ചെങ്ങന്നൂരിലുണ്ട്, സജി ചെറിയാൻ്റെ മണ്ഡലത്തിൽ. അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണെല്ലാം. സരസ് ഇവിടെ കാട്ടാക്കടയിലുമുണ്ട്, IB സതീഷിൻ്റെ മണ്ഡലത്തിൽ. അവിടെ കാട്ടാൽ ഫെസ്റ്റാ അങ്ങനെ എങ്ങാണ്ടാണ് അറിയപ്പെടുന്നത്. ചെങ്ങന്നൂരിൽ സരസ്. ബേപ്പൂരിൽ എന്താണെന്ന് അറിയത്തില്ല, മിക്കവാറും റിയാസിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും അറിയപ്പെടുന്നത്. അത് ഫെസ്റ്റൊക്കെ നടത്തിക്കോട്ടെ ഓരോ ഇടങ്ങളിലെ. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത്രയും തുക 2 മിനിറ്റുള്ള 4 വീഡിയോയ്ക്കാണ് ചിലവഴിച്ചിരിക്കുന്നത്. ബേപ്പൂര് അവിടെ ഒരുപാട് ടൂറിസം സാധ്യതകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞു പോയിരിക്കുന്നത്, ഫണ്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. ബേപ്പൂരിന് ടൂറിസം സാധ്യതയുണ്ട്. ബേപ്പൂരിന് മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും ടൂറിസം സാധ്യതയുണ്ട്. അപ്പം ഈ മരുമകനോടുള്ള ഒരു അമിത സ്നേഹം, അമിത വാത്സല്യമാണ്. മരുമകനെ ഇനിയും അടുത്ത പോസ്റ്റിൽ കൊണ്ടുവരാനുള്ള പിണറായിയുടെ ഒരു തീവ്ര പരിശ്രമമാണ് ഈ ഇത്രയും തുക അങ്ങോട്ടേക്ക് മാറ്റി ചെലവഴിക്കുന്നത്. നമുക്കറിയാം 2021 കൊണ്ടുവന്നതാണ്. പ്രഗത്ഭന്മാരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി. തോമസ് ഐസക്കിനെയും G സുധാകരനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. റിയാസിനെ മന്ത്രി പദവിയിലേക്കും. അത് 2 സുപ്രധാന വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു വാർത്ത നമുക്ക് കിട്ടിയത് റിപ്പോർട്ടർ TV ആണ്. അവരുടെ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് അവർ അത് പുറത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു വാർത്താ മാധ്യമത്തിൽ, ഒരു പത്രത്തിലായിരുന്നു മറ്റൊരു വാർത്ത കണ്ടിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്ളോഗേഴ്സിനെ, നമുക്കറിയാം ട്രാവൽ വ്ളോഗേഴ്സ്, പിന്നെ ഈ പറഞ്ഞ ആറാട്ടണ്ണൻ, മറ്റേ തൊപ്പി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. ഇവരെയൊക്കെ ഏതൊക്കെ വ്ളോഗേഴ്സിനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയില്ല. ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ LDF സർക്കാർ ഇപ്പം അവരുടെ വാർഷിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ചെയ്തിട്ടുള്ള നന്മകൾ എന്തൊക്കെയാണെന്ന് ഇവരെയും കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഇപ്പം ട്രാവൽ വ്ളോഗേഴ്സാണ്, സുഹൃത്തുക്കളെ ഞാനിവിടെ കൊച്ചിയിലാണ് നിൽക്കുന്നത്, ഈ റോഡിലാണ് നിൽക്കുന്നത്, വിദേശത്തിനേക്കാളും മറ്റേ യൂറോപ്പിനെ അപേക്ഷിച്ച് നല്ല റോഡുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഒരു പ്രചരണം നടത്തുക എന്നുള്ള തരത്തിൽ ഇന്നലെ ഒരു വാർത്ത പത്രത്തിൽ ഞാൻ കണ്ടിരുന്നു. ആ രീതിയിൽ വ്ളോഗേഴ്സിനെ എടുക്കുന്നു എന്നാണ്.
എന്ന് വെച്ചാൽ നിലവാരം കുറഞ്ഞ രീതിയിൽ ഇവർ എന്ത് തറയും കാണിച്ച് ജനങ്ങളിലേക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. ഇപ്പോൾ വ്ളോഗേഴ്സിനെയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല പൈസ കൊടുത്താൽ, നല്ല എമൗണ്ട് കൊടുത്താലേ ഇവരൊക്കെ ഇത് ചെയ്തോളൂ. എന്നിട്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്രതിപക്ഷത്തെ ഇട്ട് ഞോണ്ടരുത്, ഇത് ഞങ്ങൾ പറഞ്ഞു ചെയ്യിക്കുന്നതാണെന്നുള്ള ഒരു ഇതും വരരുത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് ഒന്നും ചേർക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം കാണുമ്പോൾ അത് നല്ലതെന്ന് തോന്നുമ്പോഴല്ലേ പറയുന്നത്. അത് പ്രോഡക്റ്റുകൾ അവർ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്, അതുപോലെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പക്ഷേ വ്ളോഗേഴ്സ് ഇപ്പോൾ ആറാട്ടണ്ണൻ സിനിമ റിവ്യൂസിൻ്റെ വ്ളോഗറാണ്, തൊപ്പി മറ്റേ വാ തുറന്നാൽ പിന്നെ സിബ് അടക്കേണ്ടി വരും ചീത്തകൾ കേട്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒക്കെ വെച്ച് ഇപ്പോൾ വേടൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. നമ്മൾ എത്ര ഇനി വെള്ളം പൂശിയാലും കഞ്ചാവ് കേസിലെ പ്രതിയാണ്. വേടനെ പോലെ ഇപ്പോൾ ഒരു 4ാം വാർഷികത്തിന് ഇടുക്കിയിൽ കൊണ്ടുവന്ന് പാടിപ്പിച്ചു. കാരണം വേടൻ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും, പിണറായി വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കാണത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി, വെറും താരൻ കെട്ട അല്ലെങ്കിൽ നാണം കെട്ട സ്ട്രാറ്റജിക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ഇവർ ചിലവഴിക്കുന്നത്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ 39.5 ലക്ഷം ഏത് ഇനത്തിൽ ഇവർ വകയിരുത്തും? നമുക്കറിയാം ഒരു ക്യാമറ ഹയർ ചെയ്യുന്നതിന് എത്ര രൂപയാണ് വരുന്നത്, ഒരു ദിവസം ഹയർ ചെയ്യുന്നതിന് എത്ര രൂപ വരും. അപ്പോൾ ഈ 39.5 ലക്ഷം രൂപയൊക്കെ വെറുതെ അങ്ങ് എന്താ പറയുക അങ്ങ് കൊടുക്കാൻ ഖജനാവിൽ അങ്ങ് ഇട്ടേക്കുവാണ്. അത് മൊത്തത്തിൽ തൂത്ത് തുടച്ചിട്ടിട്ട് അടുത്ത ആൾക്കാർ വന്നാൽ പോലും അവർക്ക് 1 രൂപ എടുത്ത് വിനിയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണോ? 39.5 ലക്ഷമൊക്കെ എന്ന് പറയുന്നത് എന്ത് സാർ, പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ? ഇത് ഇപ്പോൾ ഇവർ തെരഞ്ഞെടുപ്പിന് നന്നായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ എന്താ പറഞ്ഞിരിക്കുന്ന ബ്ലോഗേഴ്സിനെ കൊണ്ട് അല്ലേ, ഇത് കാര്യങ്ങൾ സ്തുതിപാഠകരാണ് ശരിക്കും. അവർ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഇത് മാറിയ കാലത്ത് ഇവർക്കാണ് പ്രാധാന്യം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തുക. പണ്ടെങ്ങനെയാണെന്നറിയാമോ? പണ്ടെന്നല്ല, ഒരു സമയം വരെ, ഈ അടുത്ത സമയം വരെയും സാംസ്കാരിക നായകന്മാരുണ്ട്. അവർ സ്തുതി പാടിക്കൊണ്ടിരിക്കും അവരുടെ ലേഖനങ്ങളിലും കഥയിലും കവിതയിലും ഒക്കെ കൂടെ. സാംസ്കാരിക നായ്ക്കളെന്ന് വേണം പറയാൻ, നായകന്മാരെന്നല്ല. കാരണം നട്ടലില്ലാത്തവരാണ്. AKG സെൻറ്ററിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാലാണ് അവർ കുരയ്ക്കത്തുള്ളൂ. AKG സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിനു വേണ്ടി ഇവരുടെ ഒരു സോഷ്യൽ മീഡിയ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമമാണ്. കാരണം ഇനി അത് പഴയ AKG സെൻറ്റർ ഇവരുടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. നികേഷ് കുമാർ മറ്റൊന്നും ആണ് അതിൻ്റെ ഒരു തലപ്പത്ത് വരുന്നത്. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഇനി അങ്ങോട്ടുള്ള മാർക്കറ്റിംഗ്. ഈ സാംസ്കാരിക നായകന്മാരെ കൊണ്ട് ഇനി ആവശ്യം വരുന്നില്ല. മനുഷ്യനാകണം എന്നൊക്കെ ഇവിടെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നുണ്ട് ഒരാൾ. ഇവർ മനുഷ്യരൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പം സമൂഹ മാധ്യമത്തിൽ നിന്നല്ല, ഇപ്പോൾ കണ്ടില്ലേ വേടനോ പിന്നെ അമ്പയിന്നോനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാലമാണ്. അവരുടെ ആട്ടും പാട്ടും ഒക്കെ കേൾക്കുക അല്ലേ, അതിലൂടെ സർക്കാരിനെ സ്തുതി പാടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പണം അവർ ചെലവഴിക്കും. ഇവർ CPMകാർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. അണിയറ പ്രവർത്തനങ്ങളൊക്കെ ഈ 2021 ഇതുപോലെയായിരുന്നു. അതിന് തൊട്ട് മുമ്പ് കോവിഡ് കാലമായിരുന്നു. ആ കോവിഡ് കാലത്ത് ഇവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു കാര്യങ്ങൾ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഓരോ ഇടങ്ങളിലേക്കും ആരെയൊക്കെ നിർത്തും, അതുപോലെ തന്നെ അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ അവർ ഓരോരുത്തരെ അലോട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള വർക്കായിരുന്നു നടന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ വിജയമുണ്ടായി. ഇപ്പോഴത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇവർക്കറിയാം 3ാം വട്ടം എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വരണം, അതിന് പറ്റും എന്നും അറിയാം. കാരണം കോൺഗ്രസ് ദുർബലമാകുന്ന സ്ഥിതിക്ക് പുതിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവരെപ്പറ്റി 2021 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി അഴിമതി ആരോപണങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും കുടുംബത്തെയും ഒക്കെ തന്നെ പ്രതികളാക്കുന്ന തരത്തിലാണ് മാറിയത്. അത് വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം അങ്ങ് തമസ്കരിക്കും, മറന്നുപോകുന്ന ഒരു ഏർപ്പാടായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ അവരെ ആക്കി തീർക്കും. അതാണ് CPM. അപ്പോൾ CPMൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നുള്ളതാണ്. മറ്റൊരടി കൂടി തുടങ്ങിയെന്നേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇനി CPM മുമ്പോട്ട് പോകുന്നത്. അതിനകത്ത് പണം വാരിക്കോരിയ തന്നെ അവർ ചെലവഴിക്കും. പ്രത്യേകിച്ച് മരുമകൻ്റെ മണ്ഡലത്തിൽ ഫെസ്റ്റിനും ഒക്കെ അങ്ങ് ആഘോഷമായിരിക്കും ഇനിയും നമുക്ക് കാണാൻ പറ്റുന്നത്.